നമസ്കാരം. വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? ചെയ്യാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചവരോടാണ് കേട്ടോ. തീർച്ചയായിട്ടും പോകണം. നമ്മളുടേത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വോട്ട് വേസ്റ്റ് ആക്കരുത്. ദയവായിട്ട് വോട്ട് ചെയ്യുക. ഇനി ചിലർക്ക് തോന്നാം, എനിക്കങ്ങനെ രാഷ്ട്രീയമായിട്ട് പിടിപാടൊന്നുമില്ല, ആരൊക്കെ മത്സരിക്കണം എന്നുള്ള അറിയില്ല, ഏതാണ് ചിഹ്നങ്ങൾ അറിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ആപ്പിലൂടെ വോട്ടർ ഹെൽപ്പ് എന്നുള്ള ആപ്പിലൂടെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനുശേഷം കണ്ടോ ഇങ്ങനെ വരും. അതിൽ കണ്ടോ കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത്. അതിൽ താഴത്തെ ഒരു റൗണ്ടിൽ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കണ്ടോ ആദ്യത്തെ സെലക്ട് ചെയ്യുക. പിന്നെ ജനറൽ ഇലക്ഷൻ ഉണ്ടായിരുന്നാൽ അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതാണ് നിയോജക മണ്ഡലം അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പാലക്കാട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മത്സരിക്കുന്ന എല്ലാവരുടെ ലിസ്റ്റ് കാണും. അതിൽ ചുവപ്പ് എന്നുള്ളത് റിജക്റ്റഡ് ആണ്, ഓറഞ്ച് കളറുള്ളത് വിഡ്രോൺ ആണ്, ഗ്രീൻ കളറിൽ കാണുന്നതാണ് ആക്സെപ്റ്റഡ്. ഇപ്പോൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 21 പേരുണ്ട്, അതാണ് അവിടെ കാണുന്നത്. അതിൽ നമുക്ക് ഓരോരുത്തരുടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് പാർട്ടിയാണ്, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കാണിക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഫിഡവിറ്റ് എന്നുള്ളത് കാണും ഗ്രീൻ കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകും. ആ PDF ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യുക. എന്തായാലും ചെയ്യുക. നിങ്ങളുടെ വോട്ട് മിസ്സാകാതെ നോക്കുക. ഓക്കെ.